സെവൻത്ത് സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിൻ്റെ ഏഴാമത്തെ ചാപ്റ്ററായ ഹ്യൂമൻ ബോഡിയെ വണ്ടർ മനുഷ്യ ശരീരം വിസ്മയം സർക്കുലേഷൻ എക്സ്ക്രിയേഷൻ ആൻഡ് നെർവസ് കോർഡിനേഷൻ എന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഈ ഹ്യൂമൻ ബോഡിയെ വണ്ടർ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ നമ്മൾ മുമ്പ് ഒന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയാണ് ഇത്. അതിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു പഠിച്ചിരുന്നത്? റെസ്പിറേഷനും ഡൈജഷനും ഒക്കെ കുറിച്ചിട്ടായിരുന്നു കൂടുതലായിട്ട് പഠിച്ചിരുന്നത്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് രക്തപര്യനം, സർക്കുലേഷൻസ്, എക്സ്ക്രേഷൻസ്, വിസർജനം, പിന്നെ എന്താണ് നെർവസ് കോർഡിനേഷൻ, നാഡീയ ഏകോപനം, അതിനൊക്കെ കുറിച്ച് വിശദമായിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. എന്താണ്, ഫസ്റ്റ് ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഒരു കുട്ടി സുഖമില്ലാതെ കിടക്കുന്നതാണ് അല്ലേ, ട്രിപ്പൊക്കെ കൊടുത്ത് ഇട്ടിരിക്കുന്നതാണ്. എ ചൈൽഡ് ഹു ഹാഡ് നോട്ട് ടേക്കൺ എനി ഫുഡ് ഫോർ 2 days ആൻഡ് ഹാഡ് ബിക്കം വീക്ക് ഡ്യൂ ടു സിവിയർ ഫീവർ വാസ് അഡ്മിറ്റഡ് ഇൻ ദ ഹോസ്പിറ്റൽ. ദ ഡോക്ടർ പ്രിസ്ക്രൈബ്ഡ് ഗ്ലൂക്കോസ് ട്രിപ്പ് അലോങ് വിത്ത് ദ മെഡിസിൻ. അപ്പോൾ കടുത്ത പനി ബാധിച്ച് 2 ദിവസമായി ആഹാരം കഴിക്കാതെ അവശനായ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡോക്ടർ മരുന്നിനൊപ്പം ഗ്ലൂക്കോസ് ട്രിപ്പ് കൂടി നൽകാൻ നിർദ്ദേശിച്ചു. Why are some drugs and glucose injected directly into the blood? Does the glucose injected into the blood reach all parts of the body? ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. എന്തിനാണ് ചില മരുന്നുകളും ഗ്ലൂക്കോസും രക്തത്തിലേക്ക് നേരിട്ട് കുത്തിവെക്കുന്നത്? നമുക്കറിയാം, നമ്മൾ അസുഖം വന്ന് ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ നമുക്ക് നല്ല ക്ഷീണം ഉണ്ടെങ്കിൽ നമുക്ക് എന്തോ നേരം ട്രിപ്പ് തരും ഇല്ലേ, ഇല്ലെങ്കിൽ നല്ല അസുഖമാണെങ്കിൽ അതിന് നമുക്ക് എന്തോ നേരം ഇഞ്ചക്ഷൻ തരും. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? രക്തത്തിലേക്ക് കടത്തിവിടുന്ന ഗ്ലൂക്കോസ് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എത്തുമോ? എത്തില്ലേ? പെട്ടെന്ന് നമുക്ക് ഈ മരുന്ന് ടാബ്ലറ്റ്സ് കഴിക്കുന്നതിനേക്കാളും എളുപ്പത്തില് നമുക്ക് രോഗത്തിനെ പ്രതിരോധിക്കാനുള്ള ഒരു കുത്തിവയ്പ് തരുമ്പോഴത്തേക്ക് നമ്മുടെ ബ്ലഡിൽ ഇഞ്ചെക്ട് ചെയ്യുമ്പോഴത്തേക്ക് അത് പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും എത്തും. അതുകൊണ്ടാണ് നമുക്ക് എന്തോന്ന് തരുന്നത്, ഇഞ്ചക്ഷൻ നൽകുന്നത്. വളരെ ഫാസ്റ്റ് ആയിട്ട് അത് നമ്മുടെ റിക്കവർ ചെയ്യും. ഓക്കെ. The nutrients that are released when the food is completely digested in the small intestine and the oxygen that reaches the lungs as a result of breathing. ചെറുകുടലിൽ വച്ച് ആഹാരം പൂർണ്ണമായി ദഹിക്കുമ്പോൾ വേർതിരിക്കുന്ന പോഷകഘടകങ്ങളും ശ്വസനഫലമായി ശ്വാസകോശങ്ങളിൽ എത്തിച്ചേർന്ന ഓക്സിജനും കോശങ്ങളിൽ എത്തിച്ചേരേണ്ടതുണ്ടല്ലോ. നമുക്ക് അതിലാദ്യം വരുന്നത് സർക്കുലേറ്ററി സിസ്റ്റം, രക്തപര്യന വ്യവസ്ഥ എന്താണെന്ന് നോക്കാം. ന്യൂട്രിയൻസ് ദാറ്റ് ആർ അബ്സോർബ്ഡ് ബൈ ദ വില്ലി ഇൻ ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആൻഡ് ഓക്സിജൻ ഒബ്റ്റൈൻഡ് ആസ് എ റിസൾട്ട് ഓഫ് ബ്രീത്തിങ് റീച്ച് in cells. All these functions are performed by blood. The system which consists of blood, blood vessels and heart is the circulatory system. രക്തപര്യന വ്യവസ്ഥയിൽ വരുന്നത് ഏതൊക്കെയാണ്? ബ്ലഡ്, ബ്ലഡ് വെസൽസ്, ഏതൊക്കെ? ബ്ലഡ്, ബ്ലഡ് വെസൽസ് ആൻഡ് ഹാർട്ട്. അപ്പൊ എന്താണ് സർക്കുലേറ്ററി സിസ്റ്റം എന്ന് നോക്കാം നമുക്ക്. രക്തപര്യന വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറുകുടലിലെ വില്ലസുകൾ ആഗിരണം ചെയ്യുന്ന പോഷകഘടകങ്ങളും ശ്വസന ഫലമായി ലഭിക്കുന്ന ഓക്സിജനും കോശങ്ങളിൽ എത്തുന്നു. ഈ ധർമ്മങ്ങളെല്ലാം നിർവഹിക്കുന്നത് രക്തമാണ്. രക്തം, രക്തക്കുഴലുകൾ, ഹൃദയം എന്നിവ ചേർന്ന സംവിധാനമാണ് രക്തപര്യന വ്യവസ്ഥ എന്ന് പറയുന്നത്. ഏതൊക്കെ? രക്തം, രക്തക്കുഴലുകൾ, ഹൃദയം, അത് ചേരുന്നതാണ് എന്തോന്ന് പറയുന്നത്? രക്തപര്യന വ്യവസ്ഥ അഥവാ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ. ഏതൊക്കെ? ബ്ലഡ്, ബ്ലഡ് വെസൽസ്, ഹാർട്ട്. മനസ്സിലായോ? ന്യൂട്രിയൻസ് ദാറ്റ് ആർ അബ്സോർബ്ഡ് ബൈ ദ വില്ലി ഇൻ ദ സ്മാൾ ഇൻറ്റസ്റ്റൈൻ ആൻഡ് ഓക്സിജൻ ഒബ്റ്റൈൻഡ് ആസ് ദ റിസൾട്ട് ഓഫ് ബ്രീത്തിങ് റീച്ച് ഇൻ സെൽസ്. ഇതാരാണ് ചെയ്യുന്ന ഈ ഫങ്ഷൻസ് എല്ലാം? ബ്ലഡ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ചെറുകുടലിലെ വില്ലസുകൾ ആഗിരണം ചെയ്യുന്ന പോഷകഘടകങ്ങളും ശ്വസനഫലമായി ലഭിക്കുന്ന ഓക്സിജനും ഒക്കെ കോശങ്ങളിൽ എത്തിക്കുന്നത് ആരാണ്? ഈ ധർമ്മമെല്ലാം നിർവഹിക്കുന്നത് ആരാണ്? ബ്ലഡ് ആണ്. അങ്ങനെ ഈ ബ്ലഡ് വെസൽസും ഹാർട്ടും കൂടെ ചേർന്ന് വരുന്നതാണ് സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത് നോക്കുക. ഒബ്സർവ് ദ പിക്ചർ ആൻഡ് റൈറ്റ് ഡൗൺ ദ പാർട്സ് ഓഫ് ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം. ഇവിടെ ഒന്ന് തന്നിട്ടുണ്ട്, ബാക്കിയുള്ളത് നമ്മളടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ്? ബ്ലഡ് തന്നിട്ടുണ്ട്, ഇതെന്താണ്? ഹാർട്ട്, പിന്നെ ബ്ലഡ് വെസൽസ്. അപ്പൊ ഏതൊക്കെയാണ്? മനുഷ്യന്റെ രക്തപര്യന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാനാണ്. ഏതെല്ലാമൊക്കെയാണ് ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റത്തിലെ പാർട്സ് ഏതൊക്കെയാണ്? ദ പാർട്സ് ഓഫ് ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം ഏതൊക്കെയാണ്? ഹാർട്ട്, ബ്ലഡ്, ബ്ലഡ് വെസൽസ്. മനുഷ്യന്റെ രക്തപര്യന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ ഏതെല്ലാമാണ്? രക്തം, രക്തക്കുഴലുകൾ, ഹൃദയം.
ഓക്കെ, അടുത്ത് നോക്കൂ. An important function of the circulatory system is to transport nutrients and oxygen rich blood from the heart to all parts of the body, and also to carry carbon dioxide rich blood from different parts of the body to the heart. അപ്പോൾ ഹൃദയത്തിൽ നിന്ന് ഓക്സിജനും പോഷകഘടകങ്ങളും അടങ്ങിയ രക്തം ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും എത്തിക്കുന്നതും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് കലർന്ന രക്തം ഹൃദയത്തിലേക്ക് എത്തിക്കുന്നതും ഇമ്പോർട്ടൻ്റ് ഫങ്ഷൻസ് ഓഫ് ദ സർക്കുലേറ്ററി സിസ്റ്റം എന്താണ്? ഇമ്പോർട്ടൻ്റ് ഫങ്ഷൻസ് ഓഫ് ദ സർക്കുലേറ്ററി സിസ്റ്റം എന്താണ്? To transport nutrients and oxygen rich blood from the heart to all parts of the body, and also to carry carbon dioxide rich blood from different parts of the body to the heart. എന്താണ്? ഹൃദയത്തിൽ നിന്ന് ഓക്സിജനും പോഷകഘടകങ്ങളും അടങ്ങിയ രക്തം ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിക്കുകയും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കാർബൺ ഡയോക്സൈഡ് കലർന്ന രക്തം ഹൃദയത്തിൽ എത്തിക്കുക രക്തപര്യന വ്യവസ്ഥയുടെ പ്രധാന ധർമ്മമാണ് ഇതെന്ന് പറയുന്നത്. മനസ്സിലായോ? ടു ട്രാൻസ്പോർട്ട് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ റിച്ച് ബ്ലഡ് ഫ്രം ദ ഹാർട്ട് ടു ദ ആൾ പാർട്ട് ഓഫ് ദ ബോഡി. ഹാർട്ടിൽ നിന്ന് ഓക്സിജനും ന്യൂട്രിയൻസും ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിക്കുകയും പിന്നെന്തോന്നാണ് ശരീരത്തിന്റെ ഭാഗങ്ങളിൽ നിന്നുള്ള കാർബൺ ഡയോക്സൈഡിനെ നേരെ എവിടെ കൊണ്ടെത്തിക്കുന്നത്? നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെ ഫങ്ഷൻ ആണ് അത്. ഓക്കെ, അപ്പം നമ്മൾ ഇതിൽ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്? സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് ഏതൊക്കെ ചേർന്ന് വരുന്നതാണ്? ബ്ലഡ് വെസൽസ്, ഹാർട്ട് എന്നിവ ചേർന്ന് വരുന്നതാണ് സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. രക്തം, രക്തക്കുഴലുകൾ, ഹൃദയം എന്നിവ ചേർന്ന് വരുന്ന സംവിധാനമാണ് രക്തപര്യന വ്യവസ്ഥ എന്ന് പറയുന്നത്. പിന്നെ ഹ്യൂമൻ ബോഡിയിലെ പാർട്സ് ഓഫ് ദ ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം ഏതൊക്കെയാണ്? ഹാർട്ട്, ബ്ലഡ് വെസൽസ്. ഏതൊക്കെ? രക്തം, രക്തക്കുഴലുകൾ, ഹൃദയം. ഇനി അടുത്ത് നമ്മൾ എന്താണ് പഠിച്ചത്? രക്തപര്യന വ്യവസ്ഥയുടെ പ്രധാന ധർമ്മം. ഇമ്പോർട്ടന്റ് ഫങ്ഷൻസ് ഓഫ് ദ സർക്കുലേറ്ററി സിസ്റ്റം എന്തോന്നാണ്? ടു ട്രാൻസ്പോർട്ട് എന്തൊക്കെ? ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ ബ്ലഡ് ഫ്രം ദ ഹാർട്ട് ആൾ പാർട്സ് ഓഫ് ദ ബോഡി. പിന്നെന്തോന്നാണ്? ക്യാരി കാർബൺ ഡയോക്സൈഡ് ഇൻ ബ്ലഡ് ഫ്രം ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡി ടു ദ ഹാർട്ട്. അതായത് ഹൃദയത്തിൽ നിന്ന് ഓക്സിജനും പോഷകഘടകങ്ങളും അടങ്ങിയ രക്തം ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും എത്തിക്കുന്നു. ഓക്സിജനും പോഷകഘടകങ്ങളും അടങ്ങിയ ബ്ലഡ് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും എത്തിക്കുന്നു. അതായത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കാർബൺ ഡയോക്സൈഡ് കലർന്ന ബ്ലഡ് ഹൃദയത്തിലേക്ക് എത്തിക്കുന്നത് പ്രധാന ഫങ്ഷൻ എന്ന് പറയുന്നത്, പ്രധാന ധർമ്മം എന്ന് പറയുന്നത് ഇതാണ്. മനസ്സിലായോ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്തത് നോക്കാം. ഹ്യൂമൻ ബ്ലഡ്, മനുഷ്യരക്തം. നോക്ക്, ഡു യു നോ ദ കളർ ഓഫ് അവർ ബ്ലഡ്? നമുക്കറിയാം നമ്മുടെ ബ്ലഡിന്റെ കളർ എന്താണ്? റെഡ് ആണ് അല്ലേ? വൈ ഈസ് ബ്ലഡ് റെഡ് ഇൻ കളർ? എന്തുകൊണ്ടാണ് രക്തത്തിന് ചുവപ്പ് നിറം? രക്തത്തിന് ചുവപ്പ് നിറത്തിന്റെ കാരണം എന്താണ്? ദ റെഡ് കളർ ഓഫ് ദ ബ്ലഡ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് പിഗ്മെന്റ് കാൾഡ് ഹീമോഗ്ലോബിൻ. എന്തോന്നാണ്? ഹീമോഗ്ലോബിൻ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തുവാണ് ബ്ലഡിന് എന്തോന്ന് നൽകുന്നത്? റെഡ് കളറ് നൽകുന്നത്. ബ്ലഡിന് റെഡ് കളർ നൽകുന്ന പിഗ്മെന്റ് ഏതാണ്? ഹീമോഗ്ലോബിൻ. റെഡ് കളർ. അപ്പൊ ഹീമോഗ്ലോബിൻ എന്ന വർണ്ണവസ്തുവാണ് രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നത്. ഓക്കെ, അയൺ ആൻഡ് പ്രോട്ടീൻ ആർ ദ മെയിൻ കമ്പോണൻസ് ഓഫ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിന്റെ പ്രധാനപ്പെട്ട കമ്പോണൻസ് ഏതൊക്കെയാണ്? പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ്? അയണും പ്രോട്ടീനുമാണ്. ഹീമോഗ്ലോബിന്റെ പ്രധാന കമ്പോണൻസ് എന്ന് പറയുന്നത് അയണും പ്രോട്ടീനും. ഓക്കെ, ഹാവിൻഡ് യു അണ്ടർസ്റ്റുഡ് ദ നെസസിറ്റി ഓഫ് കൺസ്യൂമിങ് അയൺ റിച്ച് ഫുഡ്? ഇരുമ്പടങ്ങിയ ചില ഭക്ഷ്യവസ്തുക്കൾ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കും. ഇത്തരത്തിലുള്ള മറ്റു ഭക്ഷ്യവസ്തുക്കൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇരുമ്പടങ്ങിയ ആഹാരം കഴിക്കേണ്ടതിന്റെ ആവശ്യകത ഇതിൽ നിന്ന് മനസ്സിലായില്ലേ? എന്താണ് ഇരുമ്പടങ്ങിയ ആഹാരം കൂടുതലായിട്ട് കഴിക്കണമെന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ്? നമ്മുടെ ബ്ലഡ് വരാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ബ്ലഡിലെ ഏതിൻ്റെയൊക്കെ പ്രസൻസ് വേണം? അയണിന്റെയും പ്രോട്ടീൻ്റെയും പ്രസൻസ് ആവശ്യമാണ്. ഓക്കെ, ഫുഡ് ഏതൊക്കെയാണ്? ഡേറ്റ്സ്, എഗ്, മൊറിങ്ക ലീവ്സ്.
അപ്പോൾ ശ്വാസകോശത്തിൽ നിന്ന് കോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കുകയും കോശങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ശ്വാസകോശത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നത് ആരാണ്? രക്തത്തിലെ ഹീമോഗ്ലോബിനാണ്. ഓക്കെ, ഇതൊക്കെയാണ് പഠിച്ചത്. ബ്ലഡിന് റെഡ് കളർ നൽകുന്നത് ആരാണ്? ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് ആണ്. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നത് ആരാണ്? ഹീമോഗ്ലോബിൻ ആണ്. അതാദ്യം പറഞ്ഞു. ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് എന്താണ്? ഹീമോഗ്ലോബിന്റെ റോൾ, പ്രധാന പങ്ക് എന്താണെന്നുള്ളത്. ശ്വാസം പറഞ്ഞ ഹീമോഗ്ലോബിൻ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു? അയൺ ആൻഡ് പ്രോട്ടീൻ. ഏതൊക്കെ? അയണും പ്രോട്ടീനും ചേർന്നതാണ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. പിന്നെ അയൺ പറയാം നമുക്ക് ഡേറ്റ്സ്, എഗ്, മൊരിങ്ക ലീവ്സ് ഒക്കെ പറയാം. മേജർ കമ്പോണൻസ് ഓഫ് ബ്ലഡ്, രക്തത്തിലെ പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത്. ബ്ലഡ്, അതിനെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ തന്നിട്ടുണ്ട്. ബ്ലഡ് നടുക്കായിട്ട് കൊടുത്തിട്ട് ബാക്കി ബ്ലഡിലെ ഘടകങ്ങളാണ്, കമ്പോണൻസ് ആണ് ബാക്കി കൊടുത്തിരിക്കുന്നത്. നോക്കാം, അതിൽ ഫസ്റ്റിലെത്തത് പ്ലാസ്മ. പ്ലാസ്മ പിന്നെ ഏതൊക്കെയുണ്ട്? പ്ലാസ്മ, പ്ലാറ്റ്ലെറ്റ്, വൈറ്റ് ബ്ലഡ് സെല്ല്, റെഡ് ബ്ലഡ് സെല്ല്. ഓക്കെ, ഏതൊക്കെ? പ്ലാസ്മ. പ്ലാസ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ലിക്വിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ്, രക്തത്തിലെ ദ്രാവക ഭാഗമാണ് എന്തോന്ന് പറയുന്നത്? പ്ലാസ്മ എന്ന് പറയുന്നത്. അതിന്റെ കളർ എന്ന് പറയുന്നത് പെയിൽ യെല്ലോ ഇൻ കളർ, ഇളം മഞ്ഞ നിറമാണ് പ്ലാസ്മയ്ക്കുള്ളത്. ക്യാരീസ് ഗ്ലൂക്കോസ് ടു ദ സെൽ, ഗ്ലൂക്കോസിനെ കോശങ്ങളിൽ എത്തിക്കുന്നത് ആരാണ്? പ്ലാസ്മ. ഓക്കെ, പ്ലാസ്മ എന്ന് പറഞ്ഞാൽ എന്തോന്ന് മനസ്സിലായ? ദ ലിക്വിഡ് പാർട്സ് ഓഫ് ദ ബ്ലഡ്, പെയിൽ യെല്ലോ ഇൻ കളർ, ക്യാരീസ് ഗ്ലൂക്കോസ് ടു ദ സെൽ. സെക്കൻഡ് വൺ, പ്ലാറ്റ്ലെറ്റ്. പ്ലാറ്റ്ലെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെൽപ്സ് ഇൻ ബ്ലഡ് ക്ലോട്ടിങ്, രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്നു. നമ്മളുടെ കൈയൊക്കെ മുറിഞ്ഞാൽ പെട്ടെന്ന് കുറച്ച് നേരത്തേക്ക് ബ്ലഡ് വന്നതിന് ഉടനെ തന്നെ പിന്നെ ബ്ലഡ് വരാതെ ആവും. എന്തുകൊണ്ടാണ്? ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. അത് എന്തുകൊണ്ടാണ്? ഈ പ്ലേറ്റ്ലെറ്റ് ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, അടുത്ത വെളുത്ത രക്തകോശം, വൈറ്റ് ബ്ലഡ് സെൽ, WBC എന്ന് പറയും. എന്താണ്? നോ ഡെഫിനിറ്റ് ഷേപ്പ്, നിശ്ചിതമായ ഒരു ആകൃതി ഇല്ല. ഹാസ് ന്യൂക്ലിയസ്, മർമ്മം ഉണ്ട്. ഡെസ്ട്രോയ്സ് പാത്തോജൻസ്, രോഗാണുക്കളെ നശിപ്പിക്കുന്നു. ആര്? വൈറ്റ് ബ്ലഡ് സെൽസ്. എന്തൊക്കെയാണ് വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് പറഞ്ഞാൽ? നോ ഡെഫിനിറ്റ് ഷേപ്പ്, ഹാസ് ന്യൂക്ലിയസ്, ഡെസ്ട്രോയ്സ് പാത്തോജൻസ്, നിശ്ചിത ആകൃതി ഇല്ല, എന്നാൽ മർമ്മമുണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്, രോഗാണുക്കളെ നശിപ്പിക്കുന്നു. അടുത്ത റെഡ് ബ്ലഡ് സെൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്കിന്റെ ഷേപ്പാണ്, നോൺ ന്യൂക്ലിയേറ്റഡ്, മർമ്മമില്ല, പിന്നെ കണ്ടെയ്ൻസ് ഹീമോഗ്ലോബിൻ, ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്നു. ട്രാൻസ്പോർട്ട് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും ട്രാൻസ്പോർട്ട് ചെയ്യുന്നു, വഹിച്ചുകൊണ്ട് പോകുന്നു. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ മനസ്സിലായോ? ഇതൊക്കെയാണ് കമ്പോണൻസ് ഓഫ് ബ്ലഡ്. ഏതൊക്കെയാണ്? പ്ലാസ്മ, പ്ലാറ്റ്ലെറ്റ്, വൈറ്റ് ബ്ലഡ് സെൽസ്, റെഡ് ബ്ലഡ് സെൽസ്. പ്ലാസ്മ എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? ലിക്വിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ് ആണ്. എന്തോ കളറാണ്? പെയിൽ യെല്ലോ കളറാണ്. ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക്, ക്യാരീസ് ഗ്ലൂക്കോസ് ടു ദ സെൽസ്, ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് എത്തിക്കുന്നു. രണ്ടാമത്തത് പ്ലാറ്റ്ലെറ്റ് എന്ന് പറയുന്ന ബ്ലഡ് ക്ലോട്ടിങ്, ബ്ലഡ് ക്ലോട്ടിങ് ചെയ്യാൻ സഹായിക്കുന്നത് ആരാണ്? പ്ലാറ്റ്ലെറ്റ് ആണ്. പിന്നെ വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷേപ്പ്, ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ല, നിശ്ചിത ആകൃതി ഇല്ല, അതിനൊരു ന്യൂക്ലിയസ് ഉണ്ട്, ഡെസ്ട്രോയ് പാത്തോജൻസ്, രോഗാണുക്കളെ നശിപ്പിക്കുന്നു. റെഡ് ബ്ലഡ് സെൽസ് എന്ന് പറഞ്ഞാൽ ഡിസ്കിന്റെ ഷേപ്പ് ആണ്, നോൺ ന്യൂക്ലിയേറ്റഡ്, മർമ്മമില്ല, ന്യൂക്ലിയസ് ഇല്ല, പിന്നെന്തോന്നാണ്? കണ്ടെയ്ൻസ് ഹീമോഗ്ലോബിൻ, ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്നു. എന്താണ്? ട്രാൻസ്പോർട്ട് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും വഹിച്ചുകൊണ്ട് പോകുന്നു. ഓക്കെ, എത്രയും ക്ലിയർ ആയോ? നമുക്ക് ഇത് ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് താഴെട്ടുണ്ട്. വിച്ച് ഈസ് ദ ലിക്വിഡ് പാർട്ട് ഓഫ് ബ്ലഡ്, ബ്ലഡിന്റെ ലിക്വിഡ് പാർട്ട് ഏതാണ്? പ്ലാസ്മ. ഏതാണ്? പ്ലാസ്മ. രക്തത്തിലെ ദ്രാവക ഭാഗം എന്ന് പറയുന്നത് പ്ലാസ്മയാണ്. വിച്ച് ആർ ദ ബ്ലഡ് സെൽസ്, ബ്ലഡ് സെൽസ് ഏതൊക്കെയാണ്? പ്ലേറ്റ്ലെറ്റ്, വൈറ്റ് ബ്ലഡ് സെല്ല്, റെഡ് ബ്ലഡ് സെൽ. ഏതൊക്കെ? പ്ലേറ്റ്ലെറ്റ് വെളുത്ത രക്തകോശം, ചുവന്ന രക്തകോശം. ഓക്കെ, അടുത്ത പ്ലേറ്റ്ലെറ്റുകളുടെ ധർമ്മം എന്താണ്? വാട്ട് ഈസ് ദ ഫങ്ഷൻസ് ഓഫ് പ്ലേറ്റ്ലെറ്റ്? പ്ലേറ്റ്ലെറ്റ് ഹെൽപ്സ് ഇൻ എന്തോന്നിനാണ് സഹായിക്കുന്നത്? ബ്ലഡ് ക്ലോട്ടിങ്, ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്നത്, രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്നത് ആരാണ്? പ്ലേറ്റ്ലെറ്റുകളാണ്. അടുത്ത് ഇൻ വിച്ച് ബ്ലഡ് സെൽ ഈസ് ഹീമോഗ്ലോബിൻ ഫൗണ്ട്? ഹീമോഗ്ലോബിൻ ഏത് ബ്ലഡ് സെല്ലിലാണ് കാണുന്നത്? റെഡ് ബ്ലഡ് സെൽസ്, റെഡ് ബ്ലഡ് സെൽസ്, ചുവന്ന രക്തകോശത്തിലാണ് ഹീമോഗ്ലോബിൻ കാണുന്നത്. ഡിഫറൻഷിയേറ്റ്
RBC ആൻഡ് WBC, റെഡ് ബ്ലഡ് സെൽസും വൈറ്റ് ബ്ലഡ് സെൽസും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. രണ്ടും തമ്മിലുള്ള എന്തുവാണ്? വൈറ്റ് ബ്ലഡ് സെൽസ് എടുത്താൽ നോ ഡെഫിനിറ്റ് ഷേപ്പ്, ഹാസ് ന്യൂക്ലിയസ്, ഡെസ്ട്രോയ്സ് പാത്തോജൻസ്. എന്താണ്? ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ല, ന്യൂക്ലിയസ് ഉണ്ട്, രോഗാണുക്കളെ നശിപ്പിക്കുന്നു. റെഡ് ബ്ലഡ് സെൽസ് ആണെങ്കിൽ ഡിസ്കിന്റെ ഷേപ്പാണ്, നോൺ ന്യൂക്ലിയേറ്റഡ്, ന്യൂക്ലിയസ് ഇല്ല, പിന്നെ കണ്ടെയ്ൻസ് ഹീമോഗ്ലോബിൻ ഉണ്ട്, ട്രാൻസ്പോർട്ട് ഓക്സിജൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ്, ഓക്സിജനെയും കാർബൺ ഡയോക്സൈഡിനെയും വഹിച്ചുകൊണ്ട് പോകുന്നു. ഒന്നുകൂടെ പറയാം. വെളുത്ത രക്തകോശങ്ങളും ചുവന്ന രക്തകോശങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാം? വെളുത്ത രക്തകോശത്തിന് നിശ്ചിത ആകൃതിയില്ല, മർമ്മമുണ്ട്, രോഗാണുക്കളെ നശിപ്പിക്കുന്നു. എന്നാൽ ചുവന്ന രക്തകോശത്തിന് ഡിസ്കിന്റെ ആകൃതിയാണ്, മർമ്മമില്ല, ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്നു. പിന്നെന്തോന്നാണ്? ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് എന്നിവയുടെ വിനിമയം നടത്തുന്നത് ആരാണ്? ചുവന്ന രക്തകോശമാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്തത് നോക്കാം നമുക്ക്. ബ്ലഡ് സർക്കുലേഷൻ നോക്കാം. ബ്ലഡ് സർക്കുലേഷൻ ഫ്ലോസ് ത്രൂ ബ്ലഡ് വെസൽസ് ടു ആൾ പാർട്സ് ഓഫ് ദ ബോഡി. രക്തക്കുഴലുകളിലൂടെ രക്തം ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ബ്ലഡ് ഫ്ലോസ് ചെയ്യുന്നത് ഏത് വഴിയാണ്? ബ്ലഡ് വെസൽസ് വഴിയാണ്. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ? ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും ബ്ലഡ് ഇങ്ങനെ എത്തിക്കൊണ്ട് ഇരിക്കുന്നു. ഒബ്സർവ് ദ പിക്ചേഴ്സ് ആൻഡ് ഫൈൻഡ് ഔട്ട് ഹൗ മെനി ടൈപ്സ് ഓഫ് ബ്ലഡ് വെസൽസ് ആർ ദെയർ ഇൻ അവർ ബോഡി. എത്ര തരത്തിലുള്ള ബ്ലഡ് വെസൽസ് ഉണ്ടെന്ന് നമ്മളടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ഹാർട്ട്, പിന്നെ എന്തോന്ന് പറഞ്ഞിട്ടുണ്ട്? ആർട്ടറി, വെയിൻ, ഹൃദയം, ധമനി, സിര. ഇതിനെ തിരിച്ചിരിക്കുന്നത് കണ്ടോ? ഇത് ധമനി, ഈ ഭാഗം ധമനി, ഈ ഭാഗം സിര, ആർട്ടറി, വെയിൻ. പിന്നെ അതിലെന്തോന്നാണ് പറഞ്ഞത്? കാപ്പിലാരീസ്, ലോമികകൾ. ഹൃദയത്തിൽ നിന്ന് ആരംഭിക്കുന്നു, ഇത് ഹൃദയത്തിലേക്ക് എത്തിച്ചേരുന്നു. കണ്ട, രണ്ട് ബ്ലൂവും റെഡും കളറില് വെയിൻസ് കണ്ട കൊടുത്തിരിക്കുന്നത്. നോക്കൂ. അപ്പൊ എന്തൊക്കെയാണ്? ഒബ്സർവ് ദ പിക്ചേഴ്സ് ആൻഡ് ഹൗ മെനി ടൈപ്സ് ഓഫ് ബ്ലഡ് വെസൽസ് ആർ ദെയർ ഇൻ അവർ ബോഡി. എത്ര ടൈപ്പ് ഉണ്ട്? 3 ടൈപ്സ്. ഏതൊക്കെയാണ്? ആർട്ടറീസ്, വെയിൻസ്, കാപ്പിലാരീസ്. ഏതൊക്കെയാണ്? ആർട്ടറി, വെയിൻസ്, കാപ്പിലാരീസ് ബ്ലഡ് വെസൽസ് ആണ്. അടുത്ത രക്തപര്യനം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ് രക്തക്കുഴലുകൾ എന്ന് പറയുന്നത്? സിര, ധമനി, ലോമികകൾ. ഏതൊക്കെയാണ്? സിര, ധമനി, ലോമികകൾ. കാപ്പിലാരീസ് എന്ന് പറയുന്നത് കണ്ടോ? ഇതാണ് കാപ്പിലാരീസ് എന്ന് പറയുന്നത്. അടുത്ത് നോക്കാം. എന്താണ് ആർട്ടറീസ് എന്നും എന്താണ് വെയിൻസ് എന്നും എന്താണ് കാപ്പിലാരീസ് എന്നും നോക്കാം. ധമനികൾ, സിരകൾ, ലോമികകൾ. Arteries are the blood vessels that carry oxygen-rich blood from the heart to the different parts of body. Arteries എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൃദയത്തിൽ നിന്ന് ഓക്സിജൻ കൂടുതൽ അടങ്ങിയ രക്തം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന കുഴലുകൾക്കാണ് എന്തെന്ന് പറയുന്നത്? ധമനികൾ എന്ന് പറയുന്നത്. അതായത് ആർട്ടറീസ് എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? ഓക്സിജൻ അടങ്ങിയ ബ്ലഡ് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലോട്ട് എത്തിക്കുന്ന കുഴലുകളാണ് എന്തെന്ന് പറയുന്ന ആർട്ടറീസ് എന്ന് പറയുന്നത്. അടുത്ത വെയിൻസ് ആർ ദ ബ്ലഡ് വെസൽസ് ദാറ്റ് ക്യാരി കാർബൺ ഡയോക്സൈഡ് റിച്ച് ബ്ലഡ് ഫ്രം ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡി ടു ദ ഹാർട്ട്. വെയിൻസിന്റെ ധർമ്മം എന്താണ്? ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കാർബൺ ഡയോക്സൈഡ് അടങ്ങിയ ബ്ലഡ് നേരെ എവിടെ കൊണ്ടെത്തിക്കുക? ഹൃദയത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന കുഴലുകൾക്കാണ് എന്തെന്ന് പറയുന്നത്? സിരകൾ എന്ന് പറയുന്നത്, വെയിൻസ് എന്ന് പറയുന്നത്. വെയിൻസ് എന്ന് പറയുന്നത് ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് കൂടുതൽ അടങ്ങിയ ബ്ലഡ് നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അങ്ങനെയുള്ള ബ്ലഡിന് നേരെ ഹാർട്ടിലോട്ട് കൊണ്ടെത്തിക്കുന്നത് ആരാണ്? വെയിൻസ് ആണ്. അടുത്തെന്ന് കാപ്പിലാരീസ് ആർ ദ തിൻ ബ്ലഡ് വെസൽസ് ദാറ്റ് കണക്ട് ആർട്ടറീസ് ആൻഡ് വെയിൻസ്. സിരകളെയും ധമനികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത കുഴലുകൾക്കാണ് എന്തോന്ന് പറയുന്നത്? ലോമികകൾ എന്ന് പറയുന്നത്. കാപ്പിലാരീസ് എന്ന് പറയുന്ന തിൻ ബ്ലഡ് വെസൽസ് ആരെയൊക്കെ തമ്മിൽ കണക്ട് ചെയ്യുന്നത്? ആർട്ടറീസിനെയും വെയിൻസിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന തിൻ ബ്ലഡ് വെസൽസിനാണ് എന്തോന്ന് പറയുന്നത്? കാപ്പിലാരീസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് നോക്കാം. എന്താണ് ഹാർട്ട് എന്നുള്ളത്? ഹൃദയം. നോക്കുക. ദ ഹാർട്ട് ഈസ് ദ സെന്റർ ഓഫ് ദ സർക്കുലേറ്ററി സിസ്റ്റം. സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെ സെന്റർ എന്നറിയപ്പെടുന്നത് ആരാണ്?
ഹാർട്ടിനെയാണ് നമ്മളെ സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെ സെന്റർ എന്ന് അറിയപ്പെടുന്നത്. രക്തപരിചരണ വ്യവസ്ഥയുടെ കേന്ദ്രം ഏതാണ്? ഹൃദയം. ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഇറ്റ്സ് പമ്പ്സ് ബ്ലഡ് ടു ആൾ പാർട്സ് ഓഫ് ദ ബോഡി. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും രക്തം പമ്പ് ചെയ്യുന്നത് ആരാണ്? ഹൃദയമാണ്. ഫീൽ യുവർ ഓൺ ഹാർട്ട് ബീറ്റ് ആൻഡ് ലൊക്കേറ്റ് യുവർ ഹാർട്ട്. നമുക്കറിയാം, നമ്മൾ കൈ വെച്ച് നോക്കിയാൽ നമ്മുടെ ഹാർട്ട് ഇരിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും അല്ലേ? നമ്മുടെ ഹാർട്ട് ഏത് ഭാഗത്തായിട്ട് ഇരിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് അറിയാം അല്ലേ? ദ ഹാർട്ട് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ thoracic cavity between the lungs. എവിടെയാണ് കാണുന്നത്? ഹൃദയം ഔരസാശയത്തിൽ കോശങ്ങൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ ദ റിബ്സ്. വാരിയെല്ലുകളാൽ സംരക്ഷിക്കപ്പെട്ടാണ് കാണുന്നത്. ഹാർട്ടിന്റെ പടം കൊടുത്തിരിക്കുന്ന കണ്ടല്ലോ, റിബ്സ് പ്രൊട്ടക്ട് ചെയ്ത് കാണും. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹ്യൂമൻ ഹാർട്ട്? എന്തൊക്കെയാണ് മനുഷ്യ ഹൃദയത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കൂ. പിക്ചർ തന്നിരിക്കുന്ന കണ്ടോ, രണ്ട് ഹാർട്ട് മൊത്തമായിട്ടുള്ളത്. ഇത് ഹാർട്ടിന് പകുതിയായിട്ട് എടുത്തു കഴിഞ്ഞാലുള്ള ഭാഗമാണ് തന്നിരിക്കുന്നത്. നോക്കാം. ദ ഹാർട്ട് ഈസ് അബൌട്ട് ദ സൈസ് ഓഫ് ക്ലെഞ്ചഡ് ഫിസ്റ്റ്. ഹൃദയത്തിന്, നമ്മുടെ ഒരു മുഷ്ടിയുടെ വലിപ്പം ഉണ്ട്. അവരവരുടെ കൈ ഇങ്ങനെ ചുറ്റിപ്പിടിച്ചാൽ നമ്മുടെ മുഷ്ടിക്ക് എത്ര വലിപ്പമുണ്ടോ അതാണ് നമ്മുടെ ഹൃദയത്തിന്റെ വലിപ്പം. ദ ഹാർട്ട് ഈസ് അബൌട്ട് ദ സൈസ് ഓഫ് ദ ക്ലെഞ്ചഡ് ഫിസ്റ്റ്. ഓക്കെ, ഹൃദയത്തിന് മുഷ്ടിയോളം വലിപ്പമുണ്ട്. ദ ഹാർട്ട് ഈസ് കവേർഡ് ബൈ ദ ഡബിൾ ലെയർഡ് മെമ്പറൈൻ കാൾഡ് പെരിക്കാർഡിയം. ഹൃദയത്തെ ആവരണം ചെയ്തുകൊണ്ടുള്ള ഇരട്ട സ്ഥലമുണ്ട്. അതിനെന്തോന്ന് പറയും? പെരിക്കാർഡിയം എന്ന് പറയും. ഹൃദയത്തെ ആവരണം ചെയ്തിട്ടുള്ള സ്ഥലത്തിന് പറയുന്ന പേരെന്തോന്നാണ്? മെമ്മറൈൻ. എന്താണ് പറയുന്നത്? പെരിക്കാർഡിയം എന്ന് പറയുന്നത്. അത് ഡബിൾ ലെയർഡ് മെമ്മറൈൻ ആണ്. അടുത്തത്, ഹ്യൂമൻ ഹാർട്ട് ഹാസ് 4 ചേമ്പേഴ്സ്. ഹ്യൂമൻ ഹാർട്ടിന് എത്ര ചേമ്പേഴ്സ് ഉണ്ട്? 4 അറകളുണ്ട്. മനുഷ്യ ഹൃദയത്തിന് 4 അറകളുണ്ട്. ഈ പിക്ചർ നോക്കിയാൽ നമുക്കറിയാം. 1, 2, 3, 4 അങ്ങനെ 4 അറകള് ഉണ്ട്. ഓക്കെ. Do the hearts of other organism also have 4 chambers? എല്ലാ ജീവികൾക്ക് ഹൃദയമുണ്ടോ? മറ്റ് ജീവികളുടെ ഹൃദയത്തിൽ 4 അറകളാണോ ഉള്ളതെന്ന് നമുക്ക് കൂടുതലായിട്ട് അടുത്ത് പഠിക്കാം. നോക്കൂ, ഓർഗാനിസം, പിക്ചേഴ്സ് ഓഫ് ഹാർട്ട്, ചാമ്പേഴ്സ് ഓഫ് ദ ഹാർട്ടുമാണ് തന്നിരിക്കുന്നത്. ഓരോ ഓർഗാനിസം, ഓരോ ജീവികളുടെ പേര്, ഓരോ ജീവികളും അതിന് എത്ര ഹൃദയത്തിന്റെ ഹാർട്ടിന്റെ പിക്ചറും തന്നിട്ടുണ്ട്. പിന്നെ എന്തോന്നാണ്? ചേമ്പേഴ്സും തന്നിട്ടുണ്ട്. ആദ്യത്തേതൊക്കെ മണ്ണിരർത്തുവാമിന്റെ ഹാർട്ടിന്റെ പിക്ചർ കണ്ട എത്ര? 5 pairs ഓഫ് ലാറ്ററൽ ഹാർട്ട്സ്. 5 ജോഡി പാർശ്വ ഹൃദയങ്ങളുണ്ട്. പിന്നെ കോക്രോച്ചിന്റെ ഹാർട്ട് ഇതാണ്. എത്ര ചേമ്പേഴ്സ് ഉണ്ട്? 13 ചേമ്പേഴ്സ് ഉണ്ട്. 13 അറകളാണുള്ളത്. അടുത്ത ഫിഷ് വന്നിട്ട് ഇതിലെത്ര? ഹൃദയത്തിന്റെ കണ്ട ഹാർട്ടിന്റെ പിക്ചർ 2 ചേമ്പേഴ്സ് ഉണ്ട്, 2 അറകള് ഉണ്ട്. പിന്നെ ഫ്രോഗിന് എത്ര ഹാർട്ട് കണ്ട? 3 ചേമ്പേഴ്സ് ഉണ്ട്, 3 അറകള് ഉണ്ട്. ഇനി കോഴിയുടേത് എത്ര? 4 ചേമ്പേഴ്സ് ഉണ്ട്, 4 അറകളാണ് അതിനുള്ളത്. ഹാർട്ടിന്റെ പിക്ചർ കണ്ടോ ഓരോന്നിന്റെയും? ഹാർട്ട് ബീറ്റ് നമുക്കറിയാം. നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ പോയാൽ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ സ്റ്റെതസ്കോപ്പ് വെച്ചിട്ട് നമ്മുടെ ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? പൾസ് എന്ന് പറഞ്ഞാൽ ഹാർട്ട് ബീറ്റ് ആൻഡ് പൾസ്. ഹാർട്ട് ബീറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ rhythmic contraction and relaxation of heart muscles. The heart of a healthy adult beats 72 times per minute. This is heart rate എന്ന് പറയുന്നു. Pulses is the wave produced in the artery as the result of the heartbeat. The heart rate and pulse rate are equal. അതായത് ഹൃദയം ഒരു പ്രാവശ്യം സങ്കോചിക്കുകയും പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ചെയ്യുന്ന അതിനാണ് ഹൃദയസ്പന്ദനം എന്ന് പറയുന്നത്. ആരോഗ്യമുള്ള ഒരാളുടെ ഹൃദയം മിനിറ്റിൽ എത്ര പ്രാവശ്യം ഇടിക്കും? 72
ടൈംസ്. ഇതിനെന്തോന്ന് പറയും? ഹൃദയസ്പന്ദന നിരക്കെന്ന് പറയും. ഹൃദയസ്പന്ദനത്തിന്റെ ഫലമായി ധമനികളിൽ തരംഗചലനം ഉണ്ടാകുന്നതാണ് പൾസ് എന്ന് പറയുന്നത്. ഹൃദയസ്പന്ദന നിരക്കും പൾസിന്റെ നിരക്കും തുല്യമായിരിക്കും. ഓക്കെ, മനസ്സിലായോ? എന്താണ് ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത്? ആരോഗ്യമുള്ള ഒരാളുടെ ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത് 1 മിനിറ്റിൽ എത്രയായിരിക്കും? 72 ടൈംസ് ആയിരിക്കും. എത്രയായിരിക്കും? 72 ടൈംസ് ആയിരിക്കും. ഇതിനെന്തോന്ന് പറയും? ഹാർട്ട് റേറ്റ് എന്ന് പറയും. ഹാർട്ട് റേറ്റും പൾസ് റേറ്റും എന്തോന്നായിരിക്കും? ഈക്വൽ ആയിരിക്കും. പൾസ് റേറ്റും ഈക്വൽ ആയിരിക്കും. എന്താണ് പൾസ് റേറ്റ് എന്ന് പറഞ്ഞാൽ? ഹൃദയസ്പന്ദനത്തിന്റെ ഫലമായി ധമനികളിൽ തരംഗചലനം ഉണ്ടാകുന്നതാണ്. ആർട്ടറിയിൽ ഉണ്ടാകുന്ന വേവ്സ്, അതാണ് എന്തോന്ന് പറയുന്നത്? പൾസ് എന്ന് പറയുന്നത്. ഓക്കെ, പൾസ് റേറ്റ് ഹൃദയസ്പന്ദന നിരക്കും പൾസ് നിരക്കും തുല്യമായിരിക്കും. ചെക്ക് യുവർ ഓൺ ഹാർട്ട് ബീറ്റ്. നമ്മുടെ ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യാനാണ്. നമുക്ക് ഒബ്സർവ് ദ പിക്ചേഴ്സ് വിച്ച് ആർ ദ ബോഡി പാർട്സ് ദാറ്റ് ആർ എക്സാമിൻഡ്. ഫീൽ പൾസ്. പൾസ് റേറ്റ് അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാനാണ്. ദ റിസ്റ്റ്, എന്തോന്നാണ്? കൈത്തണ്ട. പൾസ് റേറ്റ് അറിയാൻ വേണ്ടിയിട്ട്. ബോത്ത് സൈഡ്സ് ഓഫ് ഫോർഹെഡ്, നെറ്റിയുടെ ഇരുവശങ്ങൾ. പിന്നെ എന്തോന്നാണ്? സൈഡ്സ് ഓഫ് നെക്ക്, കഴുത്തിന്റെ വശങ്ങൾ. പിന്നെ എന്തോന്നാണ്? ഇൻസൈഡ് ഓഫ് ദ എൽബോ, കൈമുട്ടിന്റെ വളവ്. പിന്നെ ടോപ്പ് പോർഷൻ ഓഫ് ദ ഫുട്ട്, പാദത്തിന്റെ മുകൾ ഭാഗം. ഇതൊക്കെ എന്തോന്നാണ്? പൾസ് റേറ്റ് അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഡോക്ടർ കുട്ടിയെ പരിശോധിക്കുന്ന ചിത്രം നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒബ്സർവ് ദ പിക്ചർ ഓഫ് എ ഡോക്ടർ എക്സാമിൻ എ ചൈൽഡ്. വാട്ട് ഇൻസ്ട്രുമെന്റ് ഡസ് ടു ഡോക്ടർ യൂസ്? ഡോക്ടർ ഏത് ഇൻസ്ട്രുമെന്റ് ആണ് യൂസ് ചെയ്യുന്നത്? എന്താണ് ഏത് ഇൻസ്ട്രുമെന്റ് ആണ് യൂസ് ചെയ്യുന്നത്? സ്റ്റെതസ്കോപ്പ് അല്ലേ? എന്താണ് ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? സ്റ്റെതസ്കോപ്പാണ് ഉപയോഗിക്കുന്നത്. വാട്ട് ഇൻസ്ട്രുമെന്റ് ഡസ് ഡോക്ടർ യൂസ്? സ്റ്റെതസ്കോപ്പ്. വാട്ട് ഈസ് ഇറ്റ്സ് യൂസ്? എന്താണ് ഇതിന്റെ യൂസ് എന്ന് പറയുന്നത്? ചെക്ക് ദ ഹാർട്ട് ബീറ്റ്. എന്താണ് ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഹൃദയസ്പന്ദനം പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. എന്തോന്ന്? സ്റ്റെതസ്കോപ്പ് ഉപയോഗിക്കുന്നത്. ഇറ്റ് വാസ് ഇൻവെന്റഡ് ബൈ റെനെ ലെനക് എന്ന ശാസ്ത്രജ്ഞനാണ് ഇത് കണ്ടുപിടിച്ചത്. ആരാണ്? ഇറ്റ് വാസ് ഇൻവെന്റഡ് റെനെ ലെനക്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ കുറേയേറെ കാര്യങ്ങൾ പഠിച്ചു. ഹാർട്ടിനെ കുറിച്ചും ബ്ലഡ് വെസൽസിനെ കുറിച്ചും ബ്ലഡിനെയൊക്കെ കുറിച്ചും ഒത്തിരി കാര്യങ്ങൾ പഠിച്ചായിരുന്നു. ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പ്രയോജനപ്രദമാണെന്ന് തോന്നുന്നുവെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.